ഇത് ലക്കിയുടെ കിട്ടിയ സമ്മാനം നമ്മുടെ നാട്ടിലെ കമ്മല് വാങ്ങിച്ചു. മൊബൈൽ ഫോണാണ്. അയ്യോ, എനിക്ക് മൊബൈൽ ഫോണില്ല, എനിക്ക് വരുന്ന വിഷമിച്ച്. കൊള്ളാം ഇത് കേട്ടോ. എന്താ എന്റെ കത്രിക കണ്ടില്ലേ? നമ്മുടെ ഭീമ ജുവലറിന്ന് എനിക്ക് ഫോണില്ലാതെ ഇരിക്കുമായിരുന്നു കേട്ടോ. എൻ്റെ ഫോണിനകത്ത് മെസ്സേജ് വിടാൻ പറ്റത്തില്ല. ഇവരുടെയൊക്കെ ഫോൺ ഫ്രീ ആകുമ്പോഴേ ഞാൻ എടുത്തത് മെസ്സേജ്. അങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു. എനിക്കൊരു ഫോൺ വെറുതെ മേടിച്ച് കാശ് കളയുന്ന എന്തിനകത്ത് വിഷമിച്ചിരുന്ന ദൈവമായിട്ട് കൊണ്ടു തന്ന ഒരു ഭാഗ്യ സമ്മാനമായത് കേട്ടോ. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കേ. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം അല്ലെങ്കിൽ ഞാൻ വിഷമിച്ചിരിക്കുമായിരുന്നു ഒരു ഫോണും. അപ്പം ദൈവത്തിൻ്റെ ഓരോ കളിയെ നമുക്കോരോ ഭാഗ്യങ്ങൾ വരുന്നത്. ചില സമയങ്ങളിൽ നമുക്ക് ഓരോ ഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് ഇങ്ങനെ ആയിരിക്കും. ഞാനൊന്ന് പൊട്ടിച്ചു നോക്കട്ടത്. പൊട്ടിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടും. ഇതിൻ്റെ കവറുണ്ടായിരുന്നത് എന്ത് ചെയ്യും? ഏതോടെ കളഞ്ഞ് ഇതുണ്ടാ വിവോ ഇല്ലയോ? വിവോ. അപ്പം നമ്മൾ എല്ലാവരും അപ്പം ഈ ഭീമ ജുവലറിക്കാർ കുറച്ച് ദിവസം കൊണ്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം എന്ന് പറയുന്നത് സ്വർണം മേടിക്കാൻ ചെല്ലുന്ന അവർ പറയും മോളുണ്ട്, അപ്പോൾ കല്യാണം ആയോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ തന്നെ എനിക്ക് ഡിസ്റ്റർബൻസ് ആവും എന്ന് വിചാരിച്ച് ഞാൻ ഫോൺ കട്ട് ചെയ്ത് 2 പ്രാവശ്യം. അങ്ങനെ ഹസ്ബൻഡിനെ വിളിച്ചാണ് അവർ പറയുന്നത് ഇങ്ങനൊരു സമ്മാനമുണ്ട്, വന്ന് കൈപ്പറ്റുന്നത്. ചെല്ലുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ വിവോയുടെ ഫോണാണെന്നുള്ളത്. അപ്പോൾ മക്കളെ, എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു സമ്മാനമാണ് ഇത്. ലക്കി കൂപ്പൺ കൊണ്ട് കിട്ടിയൊരു സമ്മാനമാണ്. എനിക്ക് ഇതുവരെ ഇങ്ങനെയുള്ള സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടുണ്ട്. പണ്ട് സ്കൂളിൽ നാരങ്ങ വർക്ക്, മുട്ടായി വർക്ക്, അതുപോലെ തന്നെ നാരങ്ങ സ്പൂണിൽ കൊണ്ടുപോകുന്നത്, സൂചി കുരുപ്പ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എനിക്ക് സമ്മാനം കിട്ടും. അത് നമുക്ക് ചെറിയ ഗ്ലാസ്, പേന, പെൻസിൽ ഒക്കെയായിരുന്നു കിട്ടിയിട്ടുള്ളത്. പിന്നെ അല്ലാതെ എനിക്ക് ഇതുവരെ ഇങ്ങനൊരു ഗിഫ്റ്റൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ ഫോൺ കൊള്ളരുത്, ചീത്തയായിപ്പോയി. പിന്നെ എനിക്ക് ഇതുവരെ ഇങ്ങനൊരു പുതിയ ഫോൺ ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. കാരണം ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലം തൊട്ട്, നമ്മൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഹസ്ബൻഡ് ഉപയോഗിച്ച ഫോൺ പുള്ളിക്ക് ഉപയോഗശൂന്യമാണെന്ന് തോന്നിക്കഴിയുമ്പോൾ എനിക്ക് തരുന്നത്. പുള്ളി പുതിയത് മേടിക്കുമ്പോൾ എനിക്ക് പഴയത്. അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഒരു ഫോൺ മേടിച്ചതുണ്ട് കേട്ടോ 2022 പിന്നെ സെപ്റ്റംബറിൽ ഞാൻ പെൻഷൻ ആവാനായപ്പോൾ, ഒക്ടോബർ പെൻഷനായി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, കാരണം പെൻഷൻ ആകുമ്പോൾ എനിക്ക് എന്തിനാ ഇനി പോകണം എന്ന്. പക്ഷെ അന്നൊരു ഫോൺ മേടിച്ചത് ഇപ്പോഴും പക്ഷേ ഞാൻ ഉപയോഗിക്കാതെ അതിശയമായിട്ട് അവിടെ ഇട്ട് സാംസങ്ങിൻ്റെ ഒരു ഫോണായിരുന്നു. അതിൻ്റെ പേരെന്തുമായിരുന്നോ അറിയത്തില്ല, ഒപ്പോയോ എന്തോ സാംസങ്ങിൻ്റെ ഫോണായിരുന്നു. അപ്പോൾ അത് എനിക്കിപ്പം നമുക്ക് വീഡിയോ കാണാൻ പറ്റും, ആർക്കും മെസ്സേജ് ഇടാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥ. അപ്പം ഞാനിങ്ങനെ വിഷമിച്ചതാ, ഞാൻ ഈ ഒരു ഫോൺ മേടിച്ചാൽ വെറുതെ കാശ് വെറുതെ കളയും. ഇവിടെ ഫോൺ നോക്കുണ്ട്, ഹസ്ബൻഡുണ്ട്, പിന്നെ പൊട്ടാൻ ഫോണുണ്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫോൺ വെച്ചാണ് നമ്മൾ എല്ലാം ചെയ്യുന്നതും. വീഡിയോ ഞാൻ കമൻ്റൊക്കെ ഇടുന്നതും, താത്ത് വെക്കുന്ന സമയത്ത് ഞാൻ എടുക്കും. അങ്ങനെ കമൻ്റൊക്കെ ഇടും. അല്ലാതെ എനിക്ക് സ്ഥിരമായിട്ടൊരു നല്ലൊരു ഫോണില്ല. പിന്നെ ഇപ്പോൾ ആരും അങ്ങനെ വിളിക്കാനും ഇല്ല. നമ്മൾ വീട്ടിൽ കുത്തിയിരിക്കുന്നു. വിളിക്കേണ്ടവരൊക്കെ നമ്മുടെ മറ്റേ ഫോണിലൊക്കെ വിളിക്കും. അപ്പം ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സർപ്രൈസായിട്ടൊരു സമ്മാനം കിട്ടുന്നത്. അപ്പോൾ ഇതിനും ഒരു കഥയുണ്ട്, നിങ്ങൾ മുഷിയരുത്. ഈ ഭീമ ജുവലറിക്കാർ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് മോളുടെ കല്യാണമായോ, സ്വർണം ബുക്ക് ചെയ്യുന്നു, അപ്പോൾ ഈ വിലയ്ക്ക് തന്നെ ആ സമയത്ത് നമുക്ക് തരാം എന്നൊക്കെ പറഞ്ഞവർ വിളിക്കുമ്പോൾ നമ്മളങ്ങ് ഒഴിവാകും. നമ്മൾ വേണ്ട, നമ്മൾ ഇപ്പം അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല എടുക്കാനെന്ന് പറയുമ്പോൾ അവർ പിന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും നമ്മളെ, ഇതുപോലെ സ്വർണം എടുക്കാൻ കല്യാണമായോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതേ രീതിയിൽ വിളിക്കുവാന്ന് വിചാരിച്ചിട്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവരെന്നെ 2 പ്രാവശ്യം കോൾ ചെയ്തപ്പോഴും സംസാരിക്കാൻ ഞാൻ നിന്നില്ല. അവരിങ്ങോട്ട് പറയുന്നതിന് മുമ്പേ ഞാൻ അങ്ങോട്ട് പറഞ്ഞു മോളെ സമയമില്ല. ഭീമ ജുവലറി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയും മോളെ സമയമില്ല, ഇച്ചിരി തിരക്കിലാണ്, പിന്നെ വിളിക്കാം. അപ്പോൾ എൻ്റെ വിചാരം ഫോൺ കല്യാണമായോ സ്വർണം ബുക്ക് ചെയ്യാൻ പോവാ എന്നാ വിളിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ
അങ്ങ് ഒഴിവാവുക ചെയ്ത്. 2 പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ ഒഴിവായി, സംസാരിക്കാൻ നിന്നില്ല. അവർ പറയുന്ന ഭീമാ ജുവലറി കേൾക്കുമ്പോൾ തന്നെ ഞാൻ കട്ട് ചെയ്യും ഫോൺ. ഞാൻ പറയും മക്കളെ കട്ട് ചെയ്തില്ല മോളെ, സമയമില്ല, പിന്നെ വിളിക്കാം. അങ്ങനെ 3 പ്രാവശ്യം എന്നെ വിളിച്ചപ്പോഴും ഞാൻ ഇതേ ഡയലോഗ് പെട്ടെന്ന് അങ്ങ് പറഞ്ഞങ്ങ് നിർത്തി. അപ്പോൾ ഹസ്ബൻഡിൻ്റെ നമ്പറാണ് സാധാരണ നമ്മൾ എവിടെ പോയാലും നമ്മൾ കൊടുക്കാറ്. അപ്പോൾ എൻ്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. പിന്നെ അവരുടെ വിചാരം സ്ത്രീകൾക്കാണല്ലോ സ്വർണത്തിനോടുള്ള ഒരു ആകാംക്ഷയും അതിനെക്കുറിച്ച് ഉള്ള ഒരു താല്പര്യമൊക്കെ, അതുകൊണ്ടായിരിക്കും അവരെന്നെ വിളിച്ചത്. അങ്ങനെ പിന്നെ എന്നെ കിട്ടാത്തതുകൊണ്ട് ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞ് ഇതുപോലൊരു കൂപ്പൺ പ്രൈസ് അടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഓർത്തിന് ചുമ്മാ അവരുടെ നമ്പറായിരിക്കും, നമുക്ക് നമ്മളോട് ചെല്ലാൻ വേണ്ടിയുള്ള നമ്പറായിരിക്കും. കാരണം പെണ്ണ് വീട്ടിൽ ഒരു കൊച്ചുണ്ട്, പെൺകൊച്ചുണ്ട് വളർന്നിരിക്കുന്ന. അപ്പം അതിനി അവർ പിന്നെയും നമ്മളെ അങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടി പറയുമായിരിക്കും ഒരു കൂപ്പൺ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഹസ്ബൻഡ് തന്നാൽ നമുക്കിന്ന്, അപ്പം ഇവർ തന്ന കൂപ്പണും കാണുന്നില്ല, കണ്ടില്ല. പിന്നെ ഇവർ തന്ന ഏതോ ഒരു റെസിപ്റ്റ് ഉണ്ടായിരുന്നു, ബില്ല് എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞാൽ അത് മതി, അതുകൊണ്ട് ചെന്നാൽ മതി പറഞ്ഞ് പുള്ളി ഇന്ന് അവിടെ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഇത്. മനസ്സിലായി? അപ്പം നമുക്ക് ദൈവത്തിൻ്റെ ഓരോ കളികൾ, ദൈവം എന്ന് പറയുന്നത് സത്യമുള്ള കാര്യമാണ്. ഞാൻ ഇങ്ങനെ വിഷമിച്ചു, എനിക്കൊരു മൊബൈൽ അങ്ങനെ മേടിക്കുന്നത്, നമ്മൾ വെറുതെ കാശ് കൊടുത്ത് വെറുതെ ഈ മൊബൈലിലൂടെ ഉണ്ട്. പഴയതൊക്കെ ഒത്തിരി കിടക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഒരെണ്ണം പൊട്ടി പറഞ്ഞാണ്, ഇതൊരു പഴയതാണ്. അപ്പോൾ ഫോണൊക്കെ ഒരു 5-6 എണ്ണമൊക്കെ ഇവിടെ കിടപ്പുണ്ട്. പിന്നെയും വാങ്ങിക്കുന്നത് എന്തിനാ, അത് കൊള്ളത്തില്ല ഇതൊന്നും. അപ്പം ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ ദൈവമായിട്ട് നമുക്ക് ദാനമായിട്ട് ദൈവം ഇങ്ങനെ ഗിഫ്റ്റ് തരും. പിന്നെ പറയാൻ കാര്യം, ഭീമാ ജുവലറി എന്ന് പറയുന്ന ഒരു ജുവലറി എന്ന് പറയുമ്പം നല്ലൊരു ജുവലറി പേഴ്സ് തന്നായിരുന്നു അവർ. അത് കഴിഞ്ഞാണ് നമുക്ക് ഈ കൂപ്പണും തന്നത്. അപ്പോൾ എന്നാൽ ഇങ്ങനെ ഉറപ്പായിട്ടും ഇങ്ങനെ കൂപ്പൺ നമുക്ക് കിട്ടും. ഇങ്ങനെയുള്ള വിലപിടിപ്പുള്ള നല്ല നല്ല ഗിഫ്റ്റും കിട്ടും. ജുവലറിയിൽ ഇനി എല്ലാവരും പോവുക, സ്വർണം മേടിക്കുക, സമ്മാനങ്ങൾ മേടിക്കുക, സമ്മാനങ്ങൾ നേടുക കേട്ടോ. അപ്പോൾ മക്കളെ നമുക്കിത് തുറന്നു നോക്കാം. ഈ ഫോണൊക്കെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സെറ്റിങ്സ്, ഇതിൻ്റെ ചാർജർ, അതൊക്കെ നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ. വിവോയുടെ ഒരു സമ്മാനമാണെന്നുള്ളത്. അപ്പോൾ ഇത് ഫോണാണെന്നുള്ളത് നമ്മൾ അവിടെ വെച്ച് പറയുകയും ചെയ്താണ്ടേ, കണ്ടില്ലേ? ഇതാ ഹായ്, നല്ല, എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അതിൽ പരം സന്തോഷം. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത്. അപ്പോൾ പ്രതീക്ഷിക്കാതിരുന്ന ഒരു ഗിഫ്റ്റാണ്. അപ്പം ഭീമാ ജുവലറിക്ക് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും ഭീമാ ജുവലറിയിൽ പോയി സ്വർണ്ണം മേടിക്കണം കേട്ടോ. നമ്മൾ വളരെ കുറച്ച് 1 പവനം കണ്ട് കഷ്ടിച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കിട്ടിയ സമ്മാനമാണ്, വളരെ സന്തോഷം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ.